സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹന്ന ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഒരു കുഞ്ഞിനു വേണ്ടി. അങ്ങനെയാണ് ശമൂവേൽ ജനനം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഹന്നയുടെ പ്രാർത്ഥനയാണ് വലിയൊരു പ്രവാചകനെ ദൈവം ഹന്നയ്ക്ക് നൽകി. ഇന്ന് ഫുട്ബോൾ കളി, ലോകകപ്പ് ഒക്കെ നല്ലതാണ്. നമ്മുടെ മക്കൾ യേശുവിന് പ്രയോജനപ്പെടണോ? ശ്രദ്ധിക്കുക. അവരുടെ കയ്യിൽ 24 hours മൊബൈൽ ഫോണുണ്ട്. അവരിതെന്താ ചെയ്യുന്നത്? ഇന്നത്തെ തലമുറകളെല്ലാം 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. കാരണം അവർക്ക് ദൈവഭയം എന്തെന്ന് അറിഞ്ഞൂടാ. അമ്മമാരോ അപ്പന്മാരോ സ്തോത്രം മക്കൾക്ക് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് സങ്കീർത്തനങ്ങൾ, വചനങ്ങൾ സ്തോത്രം പറഞ്ഞു കൊടുക്കണം. കൊടുക്കാതെ വരുമ്പോഴാണ് സ്തോത്രം ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്, മൊബൈലിൽ കൂടി ഞങ്ങൾ കാണുന്ന വിഷയങ്ങൾ സ്തോത്രം ആരും അറിയുന്നില്ല എന്നവരുടെ ഒരു തോന്നൽ മാറണമെങ്കിൽ ദൈവവചന മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കർത്താവ് നിന്നെ കാണുന്നുണ്ട്. അമ്മയും അപ്പനും ബന്ധുക്കളും സ്വന്തക്കാരും പാസ്റ്റേഴ്സും ആരും നിന്നെ കാണുന്നില്ല മക്കളെ. കർത്താവ് നിന്നെ കാണുന്നുണ്ടെന്ന് മക്കളോട് പറയണം. ഇന്ന് ഒത്തിരി അമ്മമാരും അപ്പന്മാരും മക്കളെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് പാസ്റ്റേഴ്സിൻ്റെ മക്കൾ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അബ്രഹാമിൻ്റെ കൂടെ ഇസഹാക്ക് പോകുന്നുണ്ട്. അവർ രണ്ടും യാഗം കഴിക്കാനാണ് പോണത്. രണ്ടുപേരും ഒരുമിച്ച് കണ്ട. ഇന്ന് അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമോ? അന്നേരം അവിടെ തല്ലുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ അവൻ്റെ വഴിക്ക് പോകും. പിന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും പുറകിൽ പോയി. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതിൻ്റെ കാരണക്കാരാരെന്നിട്ട് നമ്മൾ തന്നെയാണ്. കാരണം അവരെ സ്തോത്രം ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥന പഠിപ്പിച്ച് യേശുവിൻ്റെ ക്രൂശിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, പറഞ്ഞു കൊടുക്കുന്നില്ലെന്നല്ല, പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിയെന്നെങ്കിൽ അവർക്കറിയാൻ പറ്റും, എൻ്റെ അമ്മയും അപ്പനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അമ്മയും അപ്പനും യേശുവിനെ എനിക്ക് സ്തോത്രം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഈ വഴിക്ക് പോവേണ്ടവനല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ വഴിക്ക് പോവേണ്ടവനല്ല. ഞാൻ തിരിച്ചു വന്നേ പറ്റൂ. ഞാൻ ഇതിൽ കൂടി നിങ്ങളോട് പറയുന്നത് ഫുട്ബോൾ കളി, സ്പോർട്സ് ഇത് തെറ്റെന്നല്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കളെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നത് അവൻ്റെ വേലയ്ക്കാണ്. ഇവിടെ ഹന്ന കരയുന്നുണ്ട്. ഹന്ന പറഞ്ഞൊരു പദം, നീ എനിക്കൊരു കുഞ്ഞിനെ തന്ന ഞാനത് നിൻ്റെ വേലക്കായി തരും. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന ഏതോ അമ്മമാരോടും അപ്പന്മാരോടും സ്തോത്രം പറയുന്ന, കുഞ്ഞു ഇല്ലാതിരുന്ന സമയത്ത് നീ നിലവിളിച്ചു കരഞ്ഞു. ഇന്ന് ദൈവം നിനക്കൊരു മകനെ തന്നു, ഒരു മകളെ തന്നു. അവരിപ്പോൾ എവിടെ? ശ്രദ്ധിക്കേ. യേശു പറയുന്നത്, എന്നെ ചൊല്ലിക്കരയല്ലേ, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയേ. ഹല്ലേലൂയ. ഇന്ന് ശനിയാഴ്ച ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോകുമ്പോൾ സ്തോത്ര അമ്മമാർക്ക് ഉള്ളിൽ ഭയമാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മോൻ ഏത് കോലത്തിലിരിക്കുമെന്ന് തോന്നും. പാസ്റ്ററിന് അറിഞ്ഞുകൊണ്ട് അവൻ സ്നാനപ്പെട്ടവനായിരുന്നു പാസ്റ്ററെ, ഇപ്പം അവൻ തെറ്റിപ്പോയി. എങ്ങനെ തെറ്റി? പക്ഷേ നിന്നോടൊരു കാര്യം പരിശുദ്ധാത്മ പറയാൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കേ, മക്കൾക്ക് വേണ്ടി കരയേ. ഹല്ലേലൂയ. അവരാണ് പുതിയ തലമുറ, യേശുവിന് വേണ്ടി ഉപയോഗപ്പെടാൻ. സ്തോത്രം. നിൻ്റെ മകൻ എത്രമാത്രം നിങ്ങളെ വിട്ട് അകന്നു പോയാലും മുടിയനായ പുത്രൻ വന്നതുപോലെ അവൻ വരും. നീ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.